നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തെ ആദ്യത്തെ ഓറോ പൗഷ്യ വൈറസ് മരണം ബ്രസീലിൽ. ലക്ഷണങ്ങൾ ഡെങ്കിക്കും ചിക്കൻ ഗുനിയയ്ക്കും സമാനം. ലോകത്തെ ആദ്യത്തെ ഓറോ പൗഷ്യ മരണം ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്തു. ബ്രസീലിലെ ആരോഗ്യ മന്ത്രാലയമാണ് 2 പേർ രോഗബാധിതരായി മരിച്ച വിവരം പുറത്തുവിട്ടത്. ബഹിയ സ്വദേശികളായ യുവതികൾ 30 വയസ്സിനു താഴെയുള്ളവരാണ്. ഗുരുതരമായ ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത്. രോഗബാധിത പശ്ചാത്തലത്തിൽ പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കൻ ബ്രസീലിലെ സാന്റ കാറ്ററീനയിൽ നിന്നുള്ള മറ്റൊരു മരണത്തിന് രോഗവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഈ വർഷം മാത്രം 20 രാജ്യങ്ങളിലായി 72,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവയിലേറെയും ബ്രസീലിൽ തന്നെയാണ്. എന്താണ് ഓറോ പൗഷ്യ ഫീവർ? ഓർത്തോബുനിയ വൈറസ് ഓറോപൗച്ചീനിയസ് എന്ന വൈറസാണ് രോഗകാരണമാകുന്നത്. 1955 ട്രിനിഡാഡിലും ടുബാഗോയിലുമാണ് ലോകത്ത് ആദ്യമായി രോഗം സ്ഥിരീകരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ പ്രദേശങ്ങളിലുമാണ് കൂടുതൽ രോഗബാധിതരെ കണ്ടെത്തിയിട്ടുള്ളത്. 1960-ലാണ് ബ്രസീലിൽ ആദ്യമായി സ്ലോത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നത്. 1961-ൽ ഏകദേശം 11,000 കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് ദി ലാൻസെറ്റ് ജേർണലിൽ പറയുന്നു. അന്ന് മുതൽ ഇടയ്ക്കിടെ രോഗം സ്ഥിരീകരിക്കാറുണ്ട്. ആമസോൺ പ്രദേശത്തും പനാമ, അർജന്റീന, ബൊളീവിയ, ഇക്വഡോർ, പെറു, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലും രോഗബാധിതർ ഉണ്ടായിട്ടുള്ളത്. വൈറസ് വാഹകരായ ചെറിയ ഈച്ചകളും കൊതുകുകളും കടിക്കുന്നതിലൂടെയാണ് രോഗം ബാധിക്കുന്നത്. കുലിക്കോയിഡസ് പെരേനസ് കൊതുകുകളാണ് പ്രധാനമായും രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും സമാനമായ ലക്ഷണങ്ങളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ലക്ഷണങ്ങൾ: വൈറസ് വാഹകരായ കൊതുകുകൾ കടിച്ച് 4 മുതൽ 8 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. പനി, തലവേദന, സന്ധിവേദന, പേശിവേദന, ചർമ്മത്തിൽ ചൊറിച്ചിൽ, ഓക്കാനം, ഛർദി, അമിത ക്ഷീണം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അമിതമായ തലവേദന, അപസ്മാരം, ആശയക്കുഴപ്പം തുടങ്ങിയ സങ്കീർണതകൾ അനുഭവപ്പെട്ടാൽ വിദഗ്ധ ചികിത്സയ്ക്ക് ഒട്ടും വൈകരുത്. ചികിത്സ: രോഗബാധിതരായ 7 ദിവസത്തിനുള്ളിൽ മിക്ക രോഗികളും രോഗമുക്തരാകാറാണ് പതിവ്. രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയും അപൂർവമാണ്. ഓറോ പൗഷ്യ ഫീവറിന് മാത്രമായുള്ള പ്രത്യേക ചികിത്സയോ പ്രതിരോധ വാക്സിനോ ലഭ്യമല്ല. കൊതുകടി ഏൽക്കാതിരിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം. ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് അവ കുറയ്ക്കാനുള്ള ചികിത്സയാണ് പൊതുവെ നൽകി വരുന്നത്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുകയും വേണം.